ഓക്കെ. ഡ്രൈ സാൻഡി സ്ട്രെച്ചസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡ്രൈ സാൻഡി സ്ട്രെച്ചസ്. ഡ്രൈ എന്ന് വെച്ചാൽ എന്താ? ഉണങ്ങിയ. സാൻഡി മണൽ. ഓക്കെ. സ്ട്രെച്ചസ് ചൂട്. എന്താ? ചൂടെന്നല്ല. സ്ട്രെച്ചസ് എന്ന് വെച്ചാൽ അവരുടെ സ്ഥലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് സാൻഡി സ്ട്രെച്ചസ് മീൻസ് മണൽ പരപ്പുകൾ. അപ്പൊ അതുപോലെ നല്ല ഉണങ്ങിയ, അതായത് മഴയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളെ നമുക്ക് ഡ്രൈ സാൻഡി സ്ട്രെച്ചസ് എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോ the Aboriginal tribes of Kalahari, known as Bushmen, Tuareg people of Western Sahara, Bedouins of the Arabian Desert, they are the inhabitants of the hot desert spread over the different continents of the world. The lifestyle of these groups is in accordance with the climatic characteristics of this region. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ ട്രൈബ്സ് ആരൊക്കെയാ? ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് കാലഹാരി നോൺ ആസ് ബുഷ്മൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഇത് ചോദിക്കാൻ പറ്റുന്നതാ. എങ്ങനെയാ? ചിലപ്പോൾ വൺ വേർഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ പറ്റും. ത്വാരക് പീപ്പിൾ ഓഫ് വെസ്റ്റേൺ സഹാറ. അപ്പോൾ ഓരോ സ്ഥലത്തെയും ഈ ട്രൈബ്സ് എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ബെഡോയിൻസ് ഓഫ് ദ അറേബ്യൻ ഡെസേർട്ട്. അപ്പൊ ബെഡോയിൻസ് എന്ന് പറയുന്ന അറേബ്യൻ ഡെസേർട്ടിലെ, ത്വാരക് പീപ്പിൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ സഹാറ റീജിയനിലുള്ളത്. അതുപോലെ തന്നെ അബോറിജിനൽ ട്രൈബ്സ് എന്ന് പറയുന്നത് ബുഷ്മൻ, അല്ലെങ്കിൽ അവരെന്ന് പറയുന്നത് കാലഹാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇവരെല്ലാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ റീജിയൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദേ ആർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഹോട്ട് ഡെസേർട്ട് സ്പ്രെഡ് ഓഫ് ഓവർ ദ ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തിന്റെ പല ഭാഗത്തും പല പല കോണ്ടിനെന്റ്സിലും അവർക്ക് ഇതേപോലെ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ വെള്ളം കിട്ടത്തില്ല, ചൂടായിരിക്കും കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീജിയനിൽ താമസിക്കുന്നവരാണ് ഈ മുകളിൽ പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഈ ട്രൈബ്സിൽ പെടുന്നവർ. The lifestyle of these groups is in accordance with the climatic characteristics of this region. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ എങ്ങനെയായിരിക്കും? അവരുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ അത്തരം കാലാവസ്ഥയ്ക്ക്, ഇത്രയും ചൂട് കാലാവസ്ഥയാണ്, അപ്പോൾ അത്തരത്തിലുള്ള കാലാവസ്ഥ അനുസരിച്ചുള്ള ജീവിതമാണ് അവർക്ക് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ട്രൈബ്സിന്റെ പ്രത്യേകത ഏറ്റവും നല്ല ചൂട്, ഫുൾ മരുഭൂമി. അപ്പോ അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അവര് ജീവിക്കുന്നത്. The hot deserts are located along the western margins of continents on both the hemisphere between 20 degree and 30 degree latitudes. അപ്പോ hot deserts എവിടെയാണ്? In between 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാറ്റിറ്റ്യൂഡ്സ് നോക്കാൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്നും കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്ക് ആ മാപ്പിൽ ഞാൻ പഠിപ്പിച്ചതാണ് ആണല്ലോ. അപ്പോൾ അതറിയാവോ? 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ആ ഒരു റീജിയന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുക? നീളത്തിലുള്ള വരയാണോ, ഇങ്ങനെയുള്ള വരയാണോ? ഏതായിരിക്കും? എടാ എന്താ ലാറ്റിറ്റ്യൂഡ്? ആൽഫിൻ, എന്താ ലാറ്റിറ്റ്യൂഡ്? കുറുകെയുള്ള വര. ഇങ്ങനെയുള്ളതാണോ? എങ്ങനെ സാർ? എടാ എന്നെ കണ്ടൂടെ നിനക്ക്? ഇല്ല സാർ, സ്റ്റക്കായിരിക്കുന്നു.
ആഹാ, എല്ലാവർക്കും അങ്ങനെയാണോ? Yes, sir. ഓക്കെ, ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാം. അപ്പൊ ഞാൻ ചോദിച്ചത് ഇങ്ങനെയുള്ള വരയാണോ അതോ ഇങ്ങനെയുള്ള വരയാണോ? ഇങ്ങനെ എങ്ങനെ? ഇങ്ങനെ കൈ ആ ഓക്കെ, കൈ എങ്ങനെയായിരിക്കും ഷാരോൺ? കൈ ആ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോ ഈ സ്ട്രൈറ്റ് അല്ലേ? ഇതിനാണോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നേ? ഷാരോൺ, അതിനാണോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നേ? ആണോടാ? പിന്നെ അതിനെന്ത് പറയും? എന്ത്? ലോഞ്ചിറ്റ്യൂഡ്. അപ്പൊ ഇങ്ങനെയുള്ള വര, ഈ ഒരു സ്ട്രേറ്റ് ലൈനിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡും ഈ ഒരു ഇതാണെങ്കിൽ ലാറ്റിറ്റ്യൂഡും എന്ന് പറയാൻ പറ്റും. അപ്പോ ഈ രണ്ട് ഹെമിസ്ഫിയർ, അപ്പൊ ഇത് ഓക്കെ, ഇക്വേറ്റർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? ഇക്വേറ്റർ എന്ന് പറയുമ്പോ എത്ര ഡിഗ്രിയാ? എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് ഈ ഇക്വേറ്റർ എന്ന് പറയുന്നത്? യമി, Yes, sir. എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ഇക്വേറ്റർ എന്ന് പറയുന്നത്? അതിന് 29 and 13. അതിനാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഞാനത് 2 ക്ലാസ് മുമ്പേ പഠിപ്പിച്ചതാ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിലല്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചതാ. എന്താടാ, എന്താ പറഞ്ഞേ? 0 ഡിഗ്രി. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ല, 66 ഡിഗ്രി അല്ലേ? എത്രയാ പറ, അതിൽ പറഞ്ഞോ. 0 ഡിഗ്രി. 0 ഡിഗ്രി. അതിന് ഉറപ്പ് വേണം കേട്ടോ, 0 ഡിഗ്രി തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോ ആ ഒരു ഇക്വേറ്റർ, അപ്പോ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് നോക്കിയേ, ഇതിൽ പറയുന്നത് നോക്കിയോ. ഇൻ ദ ബോത്ത് ഹെമിസ്ഫിയർ ബിറ്റ്വീൻ 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ 20 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ് നമ്മുടെ ഈ ഒരു ഹോട്ട് ഡെസേർട്സ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഹോട്ട് ഡെസേർട്സ് ഉള്ളത്, ഇത്രയും ചൂടായിട്ടുള്ള ഡെസേർട്സ് ഉള്ളത് ഈ 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലുള്ള പ്രദേശങ്ങളിൽ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു വർക്കുണ്ട്. With the help of an atlas, complete the table by identifying the continents where the hot deserts are located. അപ്പോ ഇത് വെച്ചും കൊണ്ട് നമുക്കൊരു അറ്റ്ലസ് വെച്ചും കൊണ്ട് നമുക്ക് ഈ ഡെസേർട്സ് ഏത് കോണ്ടിനെന്റിലാണ് എന്നുള്ള കാര്യം നോക്കണം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും അറ്റ്ലസ് ഉണ്ടോ ഇപ്പോ? ഇല്ല. ദിയയുടെ കയ്യിലില്ല. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് വൺ സഹാറ. സഹാറ മരുഭൂമി എവിടെയാ? ആഫ്രിക്കയില്. അടുത്ത് കാലഹാരി, അതെവിടെയായിരിക്കും? എന്താ യെസ്? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7. ഏതൊക്കെയാ? ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്. വെയിറ്റ്. ദിയ പറഞ്ഞ എത്ര കോണ്ടിനെന്റ്, ഇത് ഏതൊക്കെ കോണ്ടിനെന്റ്സ് ആ ഉള്ളേ? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? ഏഷ്യ, ആഫ്രിക്ക. സാർ കേട്ടൂടാ സാർ?
ഏഷ്യ, ആഫ്രിക്ക, പിന്നെ ബാക്കി എന്താ പറഞ്ഞേ? സാർ കേട്ടൂടാ? ഇപ്പൊ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല സാർ. ഇപ്പൊ ഞാൻ ഈ ചോദിച്ചത് കേട്ടോ? ഇല്ല. അല്ല, ഞാൻ ഇപ്പൊ ഈ പറയുന്നത് കേൾക്കാവോ? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഞാൻ ഓസ്ട്രേലിയക്ക് വേറൊരു പേര് പറയണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്നോന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. ഓഷ്യേനിയ. എന്തായിരുന്നു? ഓഷ്യേനിയ. ഓഷ്യേനിയ, റൈറ്റ്, എക്സാക്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്നാ പറഞ്ഞു തന്നത്? ഓക്കെ, അപ്പൊ കാലഹാരി എന്ന് പറയുന്നത് ആഫ്രിക്കയില് ഉള്ളതാണ് കേട്ടോ. കാലഹാരി ആഫ്രിക്ക. അടുത്ത് അറേബ്യൻ ഡെസേർട്ട്, അത് ഏഷ്യ. എഴുതി വെച്ചോ കേട്ടോ, എഴുതി വെച്ചോ, ജസ്റ്റ് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെച്ചോ. സഹാറ ആഫ്രിക്ക, കാൽഹാരി ആഫ്രിക്ക, അറേബ്യൻ ഡെസേർട്ട് ഏഷ്യ, താർ ഡെസേർട്ട് ഏഷ്യ. അടുത്ത് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട്, അത് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഓഷ്യേനിയ. അറ്റക്കേമ സൗത്ത് അമേരിക്ക, മൊഹാവെ നോർത്ത് അമേരിക്ക. എഴുതിയോ എല്ലാരും? സാർ ആസ്ട്രേലിയക്ക് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ സാർ, ഒന്നും കൂടെ പറയോ? ഏതാ? ഓസ്ട്രേലിയ. ഓഷ്യേനിയ. ഓ, സാർ അവസാനത്തെ രണ്ടെണ്ണം പറഞ്ഞുതരൂ. സൗത്ത് അമേരിക്ക ആൻഡ് ലാസ്റ്റത്തെ നോർത്ത് അമേരിക്ക. ഓസ്ട്രേലിയയുടെ സ്പെല്ലിംഗ് അറിയാവോ? സാർ ആ, സാർ ആദ്യം തൊട്ടൊന്ന് പറയൂ, എന്ന് കേട്ടുവിടായിരുന്നു. ഫസ്റ്റ് ആഫ്രിക്ക, രണ്ടാമത്തതും ആഫ്രിക്ക, 3 അറേബ്യൻ ഡെസേർട്ട് ഏഷ്യ, താർ ഡെസേർട്ട് ഏഷ്യ. അടുത്ത് ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഓഷ്യേനിയ. അടുത്ത് അറ്റക്കാമ സൗത്ത് അമേരിക്ക, മൊഹാവെ നോർത്ത് അമേരിക്ക. ഓക്കെ ആണോ? സാർ. Do you know the common climate characteristics of hot desert? നിങ്ങൾക്ക് ഈ ഹോട്ട് ഡെസേർട്സിന്റെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള കാര്യം നോക്കാം. So the day temperature is very high, the night are cool here. അപ്പോൾ ഇതിന്റെ ക്ലൈമറ്റ്സ് എന്താ? The day temperature is very high and nights are cool here. ഇത് ഫുൾ വേണം. Summers are very hot, but very low temperature is experienced in winters. The amount of rainfall is very less here. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ഇവിടെ നിന്ന് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ഡേ ടൈമിൽ ടെമ്പറേച്ചർ വളരെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ നൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കൂൾ തന്നെയാണ്. സമ്മേഴ്സ് ആർ വെരി ഹോട്ട്. സമ്മർ എന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും. ബട്ട് വെരി ലോ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ് ഇൻ വിന്റേഴ്സ്. പക്ഷെ എന്നാലും ഈ വിന്റർ, ഈ തണുപ്പ് കാലത്ത് അവിടെയും തണുപ്പ് അനുഭവപ്പെടും, അല്ലെങ്കിൽ വളരെ കുറച്ച് ടെമ്പറേച്ചർ മാത്രമേ അനുഭവപ്പെടത്തുള്ളൂ. The amount of rainfall is very less here. ഇവിടെ എന്ന് പറയുന്നത് റെയിൻഫോൾ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഒട്ടും മഴ കിട്ടാതെ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മഴ കിട്ടുന്ന റീജിയനുകളിൽ ഒന്നാണ് ഇത്. ഓക്കെ, നാളെ ഈ ഒരു 6.5 ഇമേജ് കണ്ടോ?
എന്തായിരിക്കും അത്? desert. ഡെസേർട്ട് ആയിരിക്കോ? ഇതിലാണ് സാർ. ഈ ഒരു 6.5 ഇമേജ്, ഈ ഒരു ഇമേജ് കണ്ടില്ലേ? ഡെസേർട്ട്, ഒരു ഡെസേർട്ടിന്റെ പടം നമുക്ക് എന്തായാലും നോക്കാം. കാക്ടി, അക്കേഷ്യ etc. form the common vegetation in these dry lands with very high temperature and dry winds. അതായത് ഈ കാക്ടി, അതായത് നമ്മുടെ ഈ കള്ളിമുൾച്ചെടി, പിന്നെ അതുപോലെ തന്നെ അക്കേഷ്യ, അത് ഒരെണ്ണം ഈ കള്ളിമുൾച്ചെടി പോലത്തെ ഒരെണ്ണം സാധനം. അപ്പോൾ അതെല്ലാം ഫോം എ കോമൺ വെജിറ്റേഷൻ ഇൻ ദീസ് ഡ്രൈ ലാൻഡ്സ്. അപ്പോൾ അതെല്ലാം എന്ന് പറയുന്നത് ഈ ഡെസേർട്ടുകളിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, ഈ കാക്ടി, അക്കേഷ്യ, ഇതേപോലുള്ള സാധനങ്ങൾ. അപ്പോ ഇവിടെയാണെങ്കിൽ ദിസ് കോമൺ വെജിറ്റേഷൻ ഇൻ ദിസ് ഡ്രൈ ലാൻഡ്സ് വിത്ത് വെരി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈ വിൻഡ്സ്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ, ഇത്തരം ഇമേജ് പോലെ അവിടെ ഈ ഒരു ഡ്രൈ ലാൻഡിലും ഈ ഒരു ഡ്രൈ ടെമ്പറേച്ചറിലും ആണ് ഇതൊക്കെ വളരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നത് ഈ ഒരു ടെമ്പറേച്ചറിലൊക്കെയാണ്. ദ കാക്ടി ഹാവ് നോ ലീവ്സ്, ഓൺലി ഫ്ലഷി സ്റ്റെം. വൈ ഈസ് ഇറ്റ് സോ? ഫൈൻഡ് ഔട്ട്. അപ്പോ ഇതിപ്പോ കാക്ടി, നമ്മുടെ ഈ കള്ളുമുളിച്ചെടി നോക്കി നോക്ക്, ഇതിൽ കണ്ടോ, ഇതിലാണെങ്കിൽ ഇലകളൊന്നുമില്ല, തണ്ട് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇതിൽ തണ്ട് മാത്രം ഉള്ളത്, ഇതിന് ഇലകൾ ഇല്ലാത്തത്? എന്തുകൊണ്ടായിരിക്കും? അല്ലെ നമ്മുടെ കള്ളിമുളി ചെടികൾക്ക് ഇലകൾ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്താ? ചൂടായോണ്ട് കരിഞ്ഞു. ചൂടായോണ്ട് കരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെം നിൽക്കുന്നതോ? അതിന് മുള്ളു മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞ്, എന്തുകൊണ്ടായിരിക്കും അതിന് ഇലകളൊന്നും ഇല്ലാത്തത്? വെള്ളം ഇല്ലാത്തതുകൊണ്ട്. വെള്ളം ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, നിങ്ങളുടെ അവിടെ വീട്ടിനടുത്ത് മറ്റേ ഈ സാധാ കള്ളിമുളി ചെടി പോലത്തെ ചെടികൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡെസേർട്ടിലുള്ള അല്ല, കണ്ടിട്ടുണ്ടോ? അത് ആരെങ്കിലും ഒടിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഒടിച്ചു നോക്കിയിട്ടില്ല. ഒടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഫുൾ വെള്ളം തന്നെ ആയിരിക്കും കേട്ടോ. സാറിനെ വീട്ടിലുണ്ട് നോക്കിയിട്ടില്ല, അല്ലാതെ ഒരു മലയിൽ പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടത് പൊട്ടിച്ചിട്ടുണ്ട്. പൊട്ടിച്ചപ്പോ എന്തായിരുന്നു അതിന്റെ അകത്തുനിന്ന് കാണാൻ പറ്റുന്നത്? വെള്ളം. വെള്ളം അതുപോലെ തന്നെയാണല്ലോ, അല്ലാതെ വേറെ ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളെ പോലെ അല്ലാതെ കട്ടിയുള്ള ഇതോ ഒന്നുമല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഡെസേർട്ടില് ഈ കള്ളുമുളിച്ചെടിക്ക് വളരാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും? ആക്ച്വലി ഇതെന്ന് പറയുന്നത്, ഈ ഒരു ചെടികളുടെ പ്രത്യേകത എന്താ? ഇതിന്റെ വെള്ളവും അല്ലെങ്കിൽ ഇതിന്റെ ഫുഡും എല്ലാം സ്റ്റോർ ചെയ്യുന്ന അതിന്റെ സ്റ്റെമ്മിൽ തന്നെയാണ്. അല്ല, ഗ്രീൻ കളർ ഫ്ലഷി സ്റ്റെമ്മിൽ തന്നെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ അതിന് ഇലകളുടെ ആവശ്യമില്ല. ഇലകൾക്ക് പകരമാണ് അതില് മുള്ളുള്ളത്. അപ്പൊ ഇലകൾക്ക് അതിന് അവിടെ ആവശ്യമേ വരുന്നില്ല. അപ്പോ ഇതിന് ഈ ഇലകൾ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളത്തിന്റെ അംശം അതിന് ആവശ്യമായിട്ട് വരും. പക്ഷെ ഇലകൾ ഇല്ല എങ്കിലോ അത്രയും വെള്ളത്തിന്റെ ആവശ്യം വരത്തില്ല. അതിന് വളരാനുള്ള ആ ഒരു വെള്ളവും ഫുഡും കാര്യങ്ങളും എല്ലാം ഈ സ്റ്റെമ്മിൽ തന്നെ കിട്ടിക്കോളും. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇലകളില്ലാതെ ഈ ഒരു ഫ്ലഷി സ്റ്റെം മാത്രമായിട്ട് നിൽക്കുന്നത്. അതിന് അപ്പൊ കുറച്ച് ഫുഡ് മതി, അപ്പൊ കൂടുതൽ ആള് നിൽക്കാൻ പറ്റും. അപ്പോ അതിന് ഒരു നാശം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാവോ? ഞാൻ പറയുന്നത് കേൾക്കാവോ? ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ കേട്ടോ. ഓക്കെ, the few species of animals
adapted to the physical conditions of hot deserts are seen here. അപ്പോ ഇതിലാണെങ്കിൽ ചില തരത്തിലുള്ള അനിമൽസും ഇത്തരം കണ്ടീഷനിൽ വളരുന്നുണ്ട്. എന്തൊക്കെയാ? camels, donkeys, horses, foxes, snakes, scorpion, lizards, etc. form the fauna here. അപ്പോ ഇവിടെ ഈ കണ്ടീഷനില് ജീവിക്കാൻ പറ്റുന്ന ചില അനിമൽസ്, അല്ലെങ്കിൽ ഈ കണ്ടീഷനിലും കുഴപ്പമില്ല ജീവിക്കാൻ പറ്റുന്ന അനിമൽസ് ആണ് എന്തൊക്കെയാ? ഈ ക്യാമൽസ്, അല്ലെങ്കിൽ ഡോങ്കീസ്, ഹോഴ്സസ്, ഫോക്സസ്, സ്നേക്ക്, സ്കോർപിയോൺ, ലിസർഡ്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ആ ഒരു അനിമൽ, നോട്ട് ഓൺലി വെജിറ്റേഷൻ, അല്ലെങ്കിൽ നോട്ട് ഓൺലി ഗ്രീനറി മാത്രമല്ല, അല്ലെങ്കിൽ ചെടികൾക്ക് മാത്രമല്ല, അനിമൽസിനും വെള്ളങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഡെസേർട്സിൽ ജീവിക്കാൻ പറ്റുന്നവ ഉണ്ട്. Hunting and cattle rearing is a major livelihood of the aboriginal tribes of the hot desert. Meat, milk, millets, dates, etc. form their diet. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഈ ഒരു ടോപ്പിക് തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് അബോറിജിനൽ ട്രൈബ്സിനെ കുറിച്ച്. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് ഇത്തരം സാധനങ്ങൾ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഹണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡെസേർട്ടിലായാലും അവർക്ക് അവിടെ ഹണ്ട് ചെയ്ത് ജീവിക്കുക. ഇപ്പോ അവർക്ക് ചിലപ്പോ ക്യാമൽ അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണും. അപ്പൊ പാല്, മീറ്റ് അതൊക്കെ അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഡേറ്റ്സ്, പഴവർഗ്ഗങ്ങൾ, ഇപ്പോ ഈന്തപ്പഴം. അപ്പൊ അതെന്ന് പറയുന്നത് കൂടുതൽ മരുഭൂമിയിലാണ് കാണുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഹണ്ട് ചെയ്താണ് അവർ ജീവിക്കുന്നത്. Okay, agriculture is first in hot deserts. Why? അതായത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രയാസമായ ഒരു കാര്യമാണ്. അല്ല എങ്കിൽ ഒട്ടും പെട്ടെന്ന് വർക്ക് ആവത്തില്ല. എന്തുകൊണ്ടാ? അവിടെ അഗ്രികൾച്ചർ നേരെ നടക്കാത്തത്? ആരെങ്കിലും സംസാരിക്കേ? എന്തുകൊണ്ടായിരിക്കും അവിടെ, അതായത് ഹോട്ട് ഡെസേർട്ടിൽ അഗ്രികൾച്ചർ വർക്ക് ആവാത്തത്? അവിടെ വേറെ മണലായതുകൊണ്ട്. അല്ലെങ്കില് അവിടെ വെള്ളമൊന്നുമില്ല. എക്സാക്ട്ലി, വെള്ളമൊന്നുമില്ല. അല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല. ഓക്കെ. Permanent settlements are found only around oases in hot desert. അപ്പോ അവിടെ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്ന എന്തായിരിക്കും? ഒരു ജനവാസ മേഖലകള് അവിടെ എന്ന് പറയുന്നത് വളരെ കുറച്ച്, അല്ലെങ്കിൽ ഓരോ എന്താ പറയുന്ന അവിടെ ഏതെങ്കിലും പച്ചപ്പുള്ള സ്ഥലത്ത്, ഈ മരുഭൂമിയിൽ തന്നെ ഏതെങ്കിലും ഒരിടത്ത് കുറച്ച് പച്ചപ്പ് കാണും. ഈ ഒരു കണ്ടോ, ഓസസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നില്ലേ? 6.6. അപ്പൊ കണ്ടോ ഈ ഒരു പച്ചപ്പ്, അവിടെ വെള്ളം. അപ്പൊ അവിടെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും കുറച്ച് സെറ്റിൽമെന്റ്സ് അവിടെ മരുഭൂമിയിൽ ഉണ്ടാവുക. ഓസസ് are the places where water is available in hot deserts. അപ്പോ മരുപ്പച്ച. അപ്പോ ഓസസ് എന്ന് പറയുന്നത്, അല്ലെ മരുപ്പച്ച എന്ന് പറയുന്നത് where the water is available in the hot deserts. അപ്പോ ഈ മരുപ്പച്ച എന്ന് പറയുന്നത്, അല്ലെ ഓസസ് എന്ന് പറയുന്നത് വെള്ളം കിട്ടുന്ന, അതായത് ഹോട്ട് ഡെസേർട്ടിൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ ഒരു ഓസസ് എന്ന് പറയുന്നത്. Plants, animals and human habitations are largely concentrated in and around these water bodies. അപ്പോ ഇവിടെ എന്ന് പറയുന്നത്, ഈ ഒരു പ്രദേശത്ത് എന്ന് പറയുന്നത് പ്ലാന്റ്സും അനിമൽസും ഹ്യൂമനും എല്ലാം കൂടുതലും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതായത് മരുഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ്, പക്ഷെ അതിലും കുറച്ച് സ്ഥലമൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതേതായിരിക്കും? അത് ഈ ഒരു ഓസസ്, അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ, ഈ ഒരു മരുപ്പച്ച എന്ന് പറയുന്ന ഈ ഒരു റീജിയനിൽ തന്നെ ആയിരിക്കും. കാരണം അവിടെ എന്തെങ്കിലും ഒരു വാട്ടർ ബോഡി കാണും, കുറച്ച് മരങ്ങൾ കാണും, അല്ലെങ്കിൽ കുറച്ച് പച്ചപ്പ് എന്തെങ്കിലും കാണും. അപ്പൊ അവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റും. The Nile River Basin in Africa is an example for the region with permanent settlement in hot desert. അപ്പോ
നൈൽ റിവറിന്റെ റീജിയൻ, അത് ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ ഒരു നദിയാണ് നൈൽ റിവർ. അപ്പൊ ആ നൈൽ റിവറിന്റെ തീരത്ത് അവിടെ തീരത്തുള്ള ചില സെറ്റിൽമെന്റ്സ്, ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്സ് ആർ ദ എക്സാമ്പിൾ ഫോർ ദ ദിസ് ഓസസ്. അല്ല എങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്, ഈ ഒരു ഹോട്ട് ഡെസേർട്ടിലുള്ള ആ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്സിന് എക്സാമ്പിൾ ആണ്. Agriculture and animal rearing are the major human activities in the Nile basin. അപ്പോൾ നൈൽ നദിയുടെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ പരിപാലിക്കുക, അതായത് കന്നുകാലി വളർത്തുക. റെയറിംഗ് മീൻസ് വളർത്തുക. അപ്പൊ ആനിമൽസിനെയൊക്കെ വളർത്തി ജീവിക്കുന്നതാണ് അവരുടെ ഏക ജോലി. ഇതെന്താ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? Okay. Wheat, maize, fruits, vegetables, cotton, etc. are the major agricultural crops here. അപ്പോ ഇവിടെ തന്നെ ഈ നൈൽ നദിയുടെ തീരത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? വീറ്റ്, മെയ്സ്, അതായത് ഗോതമ്പ്, പിന്നെ ചോളം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളുമാണ് അവിടെ അവർക്ക് ഉള്ളത്. Most of the hot deserts are rich in mineral deposit. അപ്പോ hot deserts എന്ന് പറയുന്നത് മിനറൽ ഡെപ്പോസിറ്റ് അല്ല എങ്കിൽ ധാതു ലവണങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. The mining of these minerals led to the development of these regions. അപ്പോ ഇവിടെ ഈ സ്ഥലങ്ങളില് ഈ സ്ഥലങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖനനം ചെയ്ത് പല സാധനങ്ങളും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതേപോലുള്ള പല റീജിയൻസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മാറുന്നതും അല്ലെങ്കിൽ ആ ഒരു ഖനനവും എല്ലാം അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. This development attracted people from the other parts of the world. All the major cities in the desert region of the world have evolved in this manner. അപ്പോ ഈ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോ ഗൾഫ് പോലുള്ള രാജ്യങ്ങൾ, അപ്പോ ഇതുകൊണ്ടുള്ള റിയാദ് സിറ്റി ഇൻ സൗദി അറേബ്യ, അപ്പൊ അവിടേക്ക് എന്ന് പറയുന്നത് ഇതേപോലെ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം നടത്തി ഇത് ലോകത്തിലുള്ള പല ഭാഗത്തിലും ഇപ്പൊ ഇന്ത്യക്കാരായാലും അല്ലെ പല ഭാഗത്തുള്ളവർക്കും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരവിടെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇത്തരം ഡെസേർട്സ് എന്ന് പറയുന്നത് അവർക്ക് ധാരാളം ലൈക്ക് വർക്ക് ചെയ്യാനും ഉള്ള ഒരു കണ്ടീഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. The cities of Arabian countries are of this kind. അപ്പോൾ അറേബ്യയിലുള്ള, സൗദി അറേബ്യയിലുള്ള, ഇപ്പൊ പലരുടെ പാരന്റ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ പറയും ഗൾഫിലാണ്, അല്ലെങ്കിൽ കുവൈറ്റ്, ഇവിടെ സൗദി, ഇങ്ങനെയൊക്കെ പറയും. എന്തുകൊണ്ടായിരിക്കും? കാരണം അവിടെ ഇത്തരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. ഡെവലപ്മെന്റ്, ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടുതൽ ആണ്. As you know, it is the petroleum deposit which has contributed to the development of these cities. അപ്പോ ഈ സൗദി പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ നിന്നാണ് നമ്മുടെ ഈ പെട്രോൾ അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനങ്ങളെല്ലാം കയറ്റി അയക്കുന്നത്. ഇപ്പോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബഹ്റൈനില്. അപ്പൊ അവൻ പറയും അവിടെ പെട്രോളിന്റെ ഒക്കെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ മണി അറൌണ്ട് 15 രൂപയോ 16 രൂപയോ. നമ്മുടെ ഇവിടുന്ന് വെള്ളം വാങ്ങിക്കത്തില്ലേ, ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുന്നത് പോലെയാണ് അവിടുന്ന് പെട്രോള്. അതായത് അത്ര ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ പെട്രോൾ എന്ന് പറയുന്നത്. അവിടെ അത്രയ്ക്ക് വില കുറവാണ്. പക്ഷെ ഇന്ത്യയിലാണെങ്കിലോ 80 രൂപ 85 രൂപ, കഴിഞ്ഞ ആഴ്ച ഞാൻ അടിച്ചത് 89 രൂപ ലിറ്ററിന്. പക്ഷെ അവിടെയാണെങ്കിലോ 15 രൂപ 16 രൂപ, ഇതൊക്കെയാണ് അവിടുത്തെ വില. അപ്പോ അത്തരത്തിലുള്ള കാര്യം അവിടെ നിന്ന് തന്നെയാണ് ഇതെല്ലാം അവര് കുഴിച്ചെടുക്കുന്നതും എല്ലാം ചെയ്തത്. ഖനനം ചെയ്ത് മൈനിങ് ചെയ്ത് പെട്രോളിയം പ്രൊഡക്ട്സും പെട്രോളും എല്ലാം അല്ലെങ്കിൽ ഓയിൽസ് അത്രയും എടുക്കുന്നത് കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് എല്ലാവരെയും അട്രാക്ട് ചെയ്യിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാവരും വീഡിയോ എന്താ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ, ഇത്രയും മനസ്സിലായോ? മനസ്സിലായി സാർ.
എന്താ മനസ്സിലായേ? എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള റീജിയൻസ് അല്ലെ ഹോട്ട് ഡെസേർട്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനിടയ്ക്കാണ് നമുക്ക് ഇത്തരത്തിലുള്ള റീജിയൻസിനെ കാണാൻ സാധിക്കുന്നത്? ഷാരോൺ പറഞ്ഞേ. എത്രയാടാ? എത്ര? 6.8. എടാ എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയ്ക്കാണ്? അപ്പൊ 2 ലാറ്റിറ്റ്യൂഡ്സ് പറയണം. എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനിടയ്ക്കാണ് ഈ ഒരു ഹോട്ട് ഡെസേർട്സ് റീജിയനെ കാണാൻ സാധിക്കുന്നത്? എത്രയാ? അറിഞ്ഞൂടാ. അപ്പൊ നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നേ? പിന്നെന്താ പറ്റി? എന്താ പറയാൻ പറ്റാത്തെ? ആ എടാ അവിടെ ഇരിക്കുന്ന അൻസയുടെ അടുത്തോ അസിന്റെ അടുത്തോ ഞാൻ ചോദിച്ചാൽ തന്നെ അവർ ആൻസർ പറയും. ഓക്കെ, ഇത് അഭിജിത്തെ എത്ര ഡിഗ്രി ഇടയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഹോട്ട് ഡെസേർട്സിനെ കാണാൻ പറ്റുന്നത്? 20 degree and 30 degree. 20 degree and 30 degree on both hemispheres. അപ്പൊ 2 ഹെമിസ്ഫിയേഴ്സിൽ, അതായത് സദേൺ ഹെമിസ്ഫിയർ ആയാലും നോർത്തേൺ ഹെമിസ്ഫിയർ ആയാലും ഈ ഒരു റീജിയനിലാണ് നമുക്ക് ഹോട്ട് ഡെസേർട്സിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഷാരോൺ വീഡിയോ ഓൺ ആക്കിക്കേ. എല്ലാരും വീഡിയോ ഓൺ ആക്കി. കാപ്പടെ കുറച്ചു പേരല്ലേ ഉള്ളൂ. ഇനി ഇത് കണ്ടോ, ഈജിപ്ത് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ ആ ഒരു കോളത്തിൽ കിടക്കുന്നതാണ്. ഈജിപ്ത് ഈസ് ആപ്റ്റ്ലി കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. അപ്പോ നമ്മുടെ ഈജിപ്തിനെ എന്തെന്ന് അറിയപ്പെടുന്നത്? നൈലിന്റെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. മോസ്റ്റ് റീജിയൻസ് ഹിയർ ആർ ഡെസേർട്സ്. ഇവിടെ എന്ന് പറയുന്ന കൂടുതലും ഡെസേർട്സ് ആണ് ഉള്ളത്. The only exception is the Nile basin. അപ്പോ അതില് മരുഭൂമികളാണ്. പക്ഷെ അതിൽ തന്നെ ആകപ്പാട് ഉള്ള ആ ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എന്താ? ഈ ഒരു റിവർ ബേസിൻ, നൈലിന്റെ തീരം എന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ അവർക്ക് സെറ്റിൽമെന്റ്സിനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. The Nile basin has not only witnessed the emergence of the early civilization, but it also provides water and fertile soil, which enables agriculture in the country. അപ്പോ ഈ നൈൽ നദിയുടെ തീരത്ത് പല പല സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ പല പല ഈ കൾച്ചർ, ഇപ്പോ സംസ്കാരം, അപ്പൊ അതെല്ലാം ഉടലെടുത്തു എന്ന് പറയപ്പെടുന്നു. കാര്യം പല പല കൾച്ചറിന്റെയും തുടക്കം ഈ ഒരു നൈൽ ബേസിനിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഹിസ്റ്ററി നമുക്ക് അങ്ങനെ പറയുന്നു. അപ്പോ അത് ഈ ഒരു ആ ഒരു കൾച്ചർ ഫോർമേഷൻ മാത്രമല്ല, ആ രാജ്യത്തേക്ക് വേണ്ടുന്ന എല്ലാ വാട്ടർ, ലൈക്ക് ആ ഒരു ഫെർട്ടൈൽ സോയിലിന് വേണ്ട വാട്ടറും എല്ലാം നൽകിയിരുന്ന ഈ ഒരു നൈൽ റിവറിൽ നിന്നാണ്. The Nile basin is one among the most densely populated areas in the world. അപ്പോ ഈ നൈലിന്റെ തീരം എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ ജീവിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. Nile is also described as the life blood of the Egypt. അപ്പോ ഈജിപ്തിന്റെ ജീവരക്തം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അവര് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നൈൽ എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് ബ്ലഡ്, നമുക്ക് ചോരയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെയാണ് അവിടെ നൈലില്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ നദിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു നൈൽ നദി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? Yes, sir. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ ഉണ്ടല്ലോ. Light colored loose fitting garments are commonly worn by the desert dwellers.
അപ്പോ ഡെസേർട്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മരുഭൂമിയിലുള്ള ആൾക്കാര് കൂടുതലും ധരിക്കുന്ന വസ്ത്രം ഏതാണ്? ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റ്, ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ വെള്ള പോലത്തെ വെള്ള കളറോ അതുപോലത്തെ ലൈറ്റ് കളർ ആയിട്ടുള്ള ഡ്രസ്സും ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റ്സ്, അതായത് ഏറ്റവും ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ്, നമ്മളെ പോലെ ജീൻസും അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും ഒന്നുമല്ല, ഏറ്റവും ലൂസ് ആയിട്ടുള്ള ഡ്രസ്സും അതും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സും ആണ് അവര് ഉപയോഗിക്കുന്നത്. ടർബൻസ് partially covering the face are another speciality of this desert. അപ്പോ അവരാണെങ്കിൽ ഈ മുഖം മറയ്ക്കും, അല്ലെങ്കിൽ അത് ഇപ്പൊ ഈ ഒരു പടത്തിൽ കണ്ടില്ലേ, പുള്ളിക്കാരെ ഇരിക്കുന്ന കണ്ടില്ലേ, അപ്പൊ മുഖമൊക്കെ മാക്സിമം ഇങ്ങനെ മറച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് അവർക്ക് അവിടെ ഉള്ളത്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഡ്രസ് ചെയ്യുന്നത്? ചൂടേൽക്കാതിരിക്കേ. ചൂടേക്കാതിരിക്കാൻ. കാര്യം അവിടെ നല്ല ചൂടാണ്, അല്ലെങ്കിൽ എപ്പോഴും ലൈക്ക് ഫുൾ ചൂടായിരിക്കും. അപ്പൊ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല, പൊള്ളലുണ്ടാവാം. അതുപോലുള്ള ഇത് അവോയ്ഡ് ചെയ്യാനാണ് ഇപ്പൊ ലൈറ്റ് കളർ ഡ്രസ്. ഇപ്പൊ ലൈറ്റ് കളർ ഡ്രസ് ആവുമ്പോൾ ഇത് സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കും, അതായത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഏക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഡാർക്ക് കളർ ലൈക്ക് ബ്ലാക്കോ അതുപോലെയാണ് ബ്ലാക്ക് കളർ ഡ്രസ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ഡ്രസ് എന്ന് പറയാം, ബ്ലാക്ക് കളർ എന്ന് പറയുന്നത് ഈ സൺലൈറ്റ് അല്ലെങ്കിൽ ചൂടിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ കറുത്ത ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ചൂട് കൂടുതലായിരിക്കും. പക്ഷെ അതേസമയം വെള്ളയോ അല്ലെങ്കിൽ അതുപോലെ ലൈറ്റ് കളേഴ്സ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതാണ് അതിന്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരവിടെ കൂടുതലും ഇത്തരത്തിലുള്ള ഡ്രസ്സും എല്ലാം യൂസ് ചെയ്യുന്നത്. ഈ കോളത്തിലുള്ളത് നോക്കിയോ, ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, ക്യാമൽസ് ആർ ദ കോമൺ ആനിമൽസ് ഓഫ് ദ ഡെസേർട്ട്. അപ്പൊ ക്യാമൽ എന്ന് പറയുന്നതാണ് അവിടുത്തെ കോമൺ ആനിമൽ, നമുക്കറിയാവുന്നതാണത്. Camel are largely relied on for traveling and for carrying loads. അപ്പൊ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? അവർക്ക് ട്രാവൽ ചെയ്യാനും ഈ ലോഡും കാര്യങ്ങളും സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും എല്ലാത്തിനുമാണ് അവരവിടെ ഇത്തരത്തിലുള്ള ഈ ക്യാമൽസിന് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ camels are described as a ship of the desert. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇതിനെ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്നത്. The camel survives in hostile desert conditions thanks to their capacity to store water within the body and to maintain a moderate body heat. അപ്പോ അവരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ക്യാമൽസ് എന്ന് പറയുന്നത്, ക്യാമൽസിന് ഒരു സമയം ധാരാളം വെള്ളം കുടിച്ച് ആ ഒരു അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കാനും പറ്റും, അത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ആവശ്യത്തിന് മാത്രം ബോഡി ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരപ്രകൃതമാണ് അവർക്കത്. Joint toes help them from sinking in sands. അപ്പോ അവരുടെ ഒരു എത്രയും ചേർന്നിരിക്കുന്ന കാലുകള്, അപ്പോ അതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് അവിടെ നല്ല ഈ ഒരു സാൻഡില്, ഈ മണൽത്തട്ടില് അവർക്ക് സുഗമമായിട്ട് നടക്കാനായിട്ടൊക്കെ പറ്റും. ഡബിൾ ഐലിഡ്സ് ആൻഡ് ലോങ് ഐലാഷസ് പ്രൊട്ടക്ട് ദം ഫ്രം ദ സാൻഡി വിൻഡ്സ്. അപ്പോ അവരുടെ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഈ 2 കൺപോളകളാണ് അവർക്കുള്ളത്. ഡബിൾ ഐലിഡ്സ്, അതായത് 2 കൺപോളകളാണ് ഉള്ളത്, ഒന്നല്ല. അപ്പോ ആൻഡ് ലോങ് ഐ ലാഷസ്, ആൻഡ് പിന്നെ അവരുടെ കൺപീലി എന്ന് പറയുന്നതും വളരെ വളരെ വലുതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു സാൻഡി വിൻസ്, അവിടെ കാറ്റൊക്കെ അടിക്കുമ്പോൾ മണലായിരിക്കും ഫുൾ പറക്കുക, പക്ഷെ അതിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷ നേടാനായിട്ട് അവർക്ക് ഇതുകൊണ്ട് സാധിക്കും. അപ്പോ ഈ കോളത്തിലുള്ളതൊക്കെ നോക്കുക. കാര്യം കഴിഞ്ഞ എക്സാമിന് ഇതേപോലെ ഒരു കോളത്തിൽ കിടന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ SS ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കോളത്തിലുള്ളത് ഇമ്പോർട്ടന്റ് അല്ല എന്നൊന്നും വിചാരിക്കരുത്, വായിക്കണം. അപ്പോൾ അത്ര തന്നെയാണ് ആ ഒരു ഹോട്ട് ഡെസേർട്ട് റീജിയൻ എന്ന് പറയുന്നത്.